വീക്കെൻഡ് അല്ലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? ആരാണ് അവിടെ ഇരിക്കണേ? ടപ്പി ശൂശു, ടപ്പീരെ ശൂശു. എനിക്കിന്ന് ഇതേട്ടനം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസിലോട്ടാണ് കേട്ടോ. മുൻപ് ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാൻ പഠിച്ചത് മതിലകം OLF GHSലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ സാഹിത്യ സമാജം, സോഷ്യൽ സയൻസ് അങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് നമ്മളെ വൺ ഡേ ട്രിപ്പൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ മലയാളം സാഹിത്യ സമാജത്തിൻ്റെ ഭാഗമായിട്ട് 2007 വൺ ഡേ ട്രിപ്പ് ഞാൻ ഹിൽ പാലസിൽ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്ന് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇന്നത്തെ കാലത്തെ പോലെ എടുത്തു വെച്ചിട്ടൊന്നുമില്ല. മനസ്സിലുള്ള നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. എവിടേക്കാണ് ചേട്ടാ നമ്മൾ പോണേ? നമ്മൾ പോകുന്നത് തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്ക്. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമേന്റെ കുറെയൊക്കെ ഭാഗങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തെന്ന് ഉണ്ണി പറയുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു, അല്ലേ ടപ്പി? അങ്ങനെ നമ്മൾ ഹിൽ പാലസിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പുറത്തായിരുന്നു കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉള്ളിലും പാർക്ക് ചെയ്യാം, പേ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനും അച്ഛനും കൂടി ടപ്പിയായിട്ട് അവിടെയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. നദേട്ടനായിരുന്നു ക്യൂവിൽ പോയി നിന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നത്. ഒരാൾക്ക് ടിക്കറ്റിന് 50 രൂപയാട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പുറത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒന്നും വിട്ടുപോവാതെ മുഴുവനായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കണ്ട കാര്യങ്ങളെല്ലാം അതേപടി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. കൊച്ചി രാജ്യത്തിൻ്റെ ഔദ്യോഗിക തലസ്ഥാനം മുൻപ് തൃശ്ശൂരിലായിരുന്നു കേട്ടോ. ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അമ്മ വഴി അധികാര കൈമാറ്റം നടക്കുന്നതിനാൽ കൊച്ചി രാജ്ഞിയുടെ ഇരിപ്പിടം രാജകീയ തലസ്ഥാനമായിട്ട് കണക്കാക്കുന്നു. 1755 മുതൽ രാജ്ഞിയും പരിവാരവും തൃപ്പൂണിത്തുറയിൽ താമസിക്കാൻ ആരംഭിച്ചു. കൊച്ചി നഗരത്തെ ഔദ്യോഗിക തലസ്ഥാനമാക്കി. രാജകുമാരൻ രാമവർമ്മയും തൃപ്പൂണിത്തുറയിലായിരുന്നു വളർന്നത്. രാജാവായി കിരീടധാരണത്തിന് ശേഷവും കൊച്ചിയിൽ താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ കൊട്ടാരവും അനുബന്ധ കെട്ടിടങ്ങളും നിർമ്മിച്ചത്. കൊച്ചി രാജകുടുംബം കേരള സർക്കാരിന് കൈമാറിയ കൊട്ടാരം 1980 പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും പിന്നീട് മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് 1986 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ചെരുപ്പുകളെല്ലാം സൂക്ഷിക്കാനായിട്ടൊരു കൗണ്ടർ ഉണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ളൊരു റാക്കിൽ കൊണ്ടുപോയി വെക്കുക, അതവരോട് പറയാം, അവരതിനുള്ള ടോക്കൺ തരും. പണ്ട് കണ്ടതിൽ നിന്നും ഹിൽ പാലസിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. കാലം എത്ര കഴിഞ്ഞാലും ഹിൽ പാലസ് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. വലതുകാല് വെച്ച് കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം തന്നെ കണ്ടത് മരം കൊണ്ടുണ്ടാക്കിയ കോണിപ്പടികളാണ്. അതുവഴി മുകളിലേക്ക് കയറി നമ്മുടെ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കാം. പടികൾ കയറി ചെല്ലുമ്പോൾ തന്നെ കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രം പറയുന്ന വിവരണങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. രാജാവിൻ്റെ സിംഹാസനം കാണാൻ എന്ത് ഭംഗിയാണ്! സിംഹാസനത്തിൻ്റെ കൈത്താങ്ങുകളും രാജചിഹ്നങ്ങളും വെള്ളി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ രാജസദസ്സ് കൂടുമ്പോൾ മറ്റുള്ളവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാണാൻ സാധിക്കുന്നു. എന്നാൽ എന്നെ ആകർഷിച്ചത് മറ്റൊന്നാണ്. ചുമരിൽ കാണുന്ന ടൈലുകളിൽ ചിത്രപ്പണികൾ ഒരുപാടുണ്ട്. മുന്നോട്ടുള്ള ഗാലറികളിൽ കൊച്ചി എന്ന പേര് വന്ന വഴി പറയുന്ന ചരിത്രം അവിടെ കാണാം. ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം അവിടെയുണ്ട്. ആനയുടെ ഒരു പ്രതിമ. ഈട്ടിത്തടിയിലാണ് അത് പണിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അർദ്ധഭാഗം യഥാർത്ഥ ആനക്കൊമ്പോട് കൂടിയാണുള്ളത്. 19-ാം നൂറ്റാണ്ടിൽ തൃശൂർ ചേർപ്പ് സ്വദേശിയായ ആശാരി കുഞ്ഞനാണ് അത് നിർമ്മിച്ചത്. കൊട്ടാരത്തിലെ സ്വീകരണ മുറിയിലെ പ്രധാന അലങ്കാരം ഈ കരിവീരനായിരുന്നു. രാജകുടുംബത്തിലെ മറ്റംഗങ്ങളുടെയെല്ലാം വിവരണങ്ങൾ നൽകുന്ന ചിത്രങ്ങളും ബോർഡുകളും നമുക്കവിടെ കാണാൻ സാധിക്കും. എന്തായാലും കൊച്ചിയിലേക്ക് വരുന്നവർ ഒരിക്കലും ഒഴിവാക്കാൻ സാധ്യതയില്ലാത്ത ഒരിടമാണ് ഹിൽ പാലസ്. ഇവിടം പരമ്പരാഗത വാസ്തുവിദ്യയിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. 1865 കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തൻ്റെ സ്വന്തം പണം ഉപയോഗിച്ചാണ് ഈ ഹിൽ പാലസ് നിർമ്മിച്ചതെന്ന് പറയുന്നു. പ്രധാന പാതയിൽ നിന്നും അല്പം മുകളിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇതിന് ഹിൽ പാലസ് എന്ന പേര് വന്നത്. പടികൾ കയറി ചെല്ലുമ്പോൾ വിളക്കേന്തി നിൽക്കുന്ന 2 സ്ത്രീ പ്രതിമകളോടെ ഇവിടുത്തെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. കേരളീയ മാതൃകയിലാണ് ഇതിനുള്ളിലെ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നും ഇതിൻ്റെ ഭംഗി അതേപടി നിലനിർത്തിയിരിക്കുന്നു. കുറച്ചൊന്നുമല്ല, 54 ഏക്കർ സ്ഥലത്താണ് 49 കെട്ടിടങ്ങൾ ഇവിടെയുള്ളത്. അതിനുള്ളിൽ കൊച്ചി രാജവംശത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മുന്നോട്ട് നടക്കുമ്പോൾ പണ്ട് കാലത്തെ കറങ്ങുന്ന കസേര,
ആട്ടിൻ തോലിലെഴുതിയ ബൈബിൾ തോറ സൂക്ഷിക്കപ്പെടുന്നത് ഇത്തരം പെട്ടിയിലാണ്. വെള്ളി കൊണ്ടുള്ള ആഭരണത്തട്ട്, വെള്ളി കൊണ്ടുള്ള സന്ദേശപേടകം, വെള്ളിക്കപ്പൽ, സ്ഫടികത്തോണി, വെള്ളിയിൽ തീർത്ത വിളക്കുകാൽ, വെള്ളിയിൽ തീർത്ത ഇരട്ടക്കിണ്ണം, അങ്ങനെ ഒട്ടനവധി. രാജകാലഘട്ടത്തിലെ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് മറ്റൊരാകർഷണം. ബ്രിട്ടീഷുകാർ രാജാവിന് സന്തോഷമായി സമ്മാനിച്ചവയാണ് കുതിരകൾ വഹിക്കുന്ന ഈ വണ്ടികൾ. അതല്ലാതെ രാജാവ് ഉപയോഗിച്ചിരുന്ന പല്ലക്കുകളും അവിടെയുണ്ട്. കണ്ടിട്ടും എൻ്റെ കൺമുന്നിൽ നിന്നും മായാത്ത ഒന്നുണ്ട്. 1.25 കിലോ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച കൊച്ചി രാജാവിൻ്റെ കിരീടം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ ജ്വല്ലറിയുടെ സെക്ഷനിലേക്ക് കാണാൻ കയറുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള അനുവാദമില്ല കേട്ടോ. ഇനി അഥവാ എടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ കാവലുണ്ട്, തൂക്കിയെടുത്ത് കൊണ്ടുപോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച ഇരുമ്പുകൂടാണ്. അതായത് ഈ ഇരുമ്പുകൂട് പണ്ട് കുറ്റം ചെയ്യുന്നവരെ തൂക്കിലേറ്റിയിരുന്നതിനായി ഉപയോഗിച്ചതാണ്. ചിത്രവധക്കൂടെന്നും പറയുന്നതിൽ തെറ്റില്ല. കൊച്ചി മഹാരാജാവിൻ്റെ സ്വർണ്ണക്കിരീടം, സിംഹാസനം, അന്നത്തെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചുവർ ചിത്രങ്ങൾ, പെയിന്റിങ്, പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഇവിടെയുള്ള ഓരോ കെട്ടിടങ്ങൾക്കും ഓരോ പേരുകളുണ്ട്. അമ്മത്തമ്പുരാൻ കോവിലകം, ഊട്ടുപുര, ഡച്ചുകാരുടെ കാലത്ത് നിർമ്മിച്ച കളിക്കോട്ട പാലസ്, മണിമാളിക, പുരാവസ്തു മ്യൂസിയം, അങ്ങനെ ഒത്തിരി. ഇവിടെ വരുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഉദ്യാനങ്ങളാണ്. ഹിൽ പാലസ് മ്യൂസിയത്തിൽ 18 ഗാലറികളാണ് കേരള പുരാവസ്തു വകുപ്പ് പരിപാലിക്കുന്നത്. പുരാവസ്തു വകുപ്പിൻ്റെയും നിരവധി അമൂല്യമായ കല്ലുകളും വിലപിടിപ്പുള്ള നാണയങ്ങളും ആഭരണങ്ങളും കിടക്കകളും എപ്പിഗ്രാഫി സാമ്പിളുകളുമെല്ലാം ഇതിലുണ്ട്. പക്ഷേ ഇവിടേക്ക് എല്ലാവരും വരുന്നത് മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. രാമനാഥനെ ഒരു നോക്ക് കാണാനായി പതിവായി അവൾ എത്തിയ തെക്കിനി. മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്കൊപ്പം മലയാളികൾ മനസ്സിലെത്തിയ ആ വീട് നട്ടുച്ചയുടെ ചൂടിലും കുളിർമഴയിലും തണുപ്പിലുമെല്ലാം കൂടുതൽ മനോഹരമായി ഇന്നും നിലനിൽക്കുകയാണ് നമ്മുടെ കൊച്ചിയിൽ. എന്നാൽ മണിച്ചിത്രത്താഴ് മാത്രമല്ല കേട്ടോ, കളിയൂഞ്ഞാൽ, ഡ്രീംസ്, ചോട്ടാ മുംബൈ, പിൻഗാമി, മൂന്നാം മുറ, അങ്ങനെ ഒത്തിരി ജനപ്രിയ സിനിമകൾ ഈ വീട് ഒരു ഭാഗമായിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം ദിനം തോറും കൂടി വരുന്നത് അതിനുള്ള തെളിവാണ്. നിതേട്ടൻ ഇവിടെ കൊച്ചി രാജാക്കന്മാരുടെ ഭരണകേന്ദ്രവും കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. പക്ഷേ ഞാൻ ശരിക്കും വന്നത് ആ തെക്കിനിയും തറവാട്ട് വീടും കാണാൻ വേണ്ടി തന്നെയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക മ്യൂസിയമാണ് കേട്ടോ ഹിൽ പാലസ്. ചുറ്റും റോഡുകളും വൻമരങ്ങൾ നിറഞ്ഞ വലിയ തോട്ടങ്ങളും ഈ കൊട്ടാരവളപ്പിൻ്റെ മൂടി കൂട്ടുന്നു. ഹിൽ പാലസിനുള്ളിൽ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, താളിയോലകൾ, കൊച്ചി മഹാരാജാക്കന്മാരുടെ അമൂല്യമായ വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ ഏഷ്യയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപെത്തിയ പുരാതന സെറാമിക് സൃഷ്ടികൾ, കേരളത്തിൻ്റെ നരവംശ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ കുടക്കല്ല്, തൊപ്പിക്കല്ല്, വെട്ടുകല്ലിൽ തീർത്ത ഓർമ്മസ്തംഭങ്ങൾ, പഴയ സംസ്കൃതിയുടെ അവശിഷ്ടങ്ങളായ മരത്തിൽ തീർത്ത വസ്തുക്കൾ തുടങ്ങി ഇൻഡസ് വാലിയിലെയും ഹാരപ്പൻ സംസ്കൃതിയുടെയും അവശിഷ്ടങ്ങളുടെ മാതൃകകൾ വരെ ഇവിടെ കാണാം. ആധുനിക കലാസൃഷ്ടികളുടെ ഒരു ഗാലറിയും ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പൈതൃകം വെളിവാക്കുന്ന ഈ മ്യൂസിയം മലയാളികളുടെ അഭിമാനം കൂടിയാണ്. ഹിൽ പാലസിൽ കാണപ്പെട്ട ഒരു വലിയ പാത്രം, ഒരു പക്ഷേ ഇവിടെയുള്ളവർ ഇതിലായിരിക്കാം ഭക്ഷണം വെച്ചിട്ടുണ്ടാവുക. മ്യൂസിയത്തിലെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി വിവരിച്ചു തരാൻ ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. മാനുകളെ വളർത്തിയിരിക്കുന്നതും കൗതുകം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ്. ഏകദേശം 100-ൽ പരം മാനുകൾ ഇവിടെയുണ്ടെന്നാണ് കേട്ടറിഞ്ഞത്. പുറത്തെ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ നടുമുറ്റവും തുളസിത്തറയും കുളക്കടവും കാണാൻ പ്രത്യേക ഭംഗിയാണ്. പാലസിനോട് ചേർന്ന് ഒരു കുളമൊക്കെയുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കൂടുതലും ഷൂട്ടായിരുന്നു കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട്, പ്രീ വെഡ്ഡിങ് ഷൂട്ട്, കൂടാതെ ഫോട്ടോ ഷൂട്ടുകൾ, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. വീഡിയോ ക്യാമറയ്ക്ക് 2100 രൂപയാണ് കേട്ടോ ഇവിടുത്തെ നിരക്ക്. മാത്രമല്ല ഹിൽ പാലസിൽ ദിനോസറിൻ്റെ ഫൈബർ മോഡലൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇങ്ങോട്ടായി വരുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തായാലും ഇവിടെ വരുന്നവരാരും നിരാശയോടെ മടങ്ങില്ല. ഹിൽ പാലസ് കാണാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അവർ 2 മണിക്കാണ് കേട്ടോ ഓപ്പൺ ചെയ്യുക. പിന്നെ ഒഫീഷ്യൽ സൈറ്റിൽ കണ്ടിട്ടുള്ളതാണ്, മൺഡേ വർക്കിംഗ് അല്ല. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.